السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. وما توفيق إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ച 3 ആളുകളുടെ പരീക്ഷണ കഥകളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ സ്വഹീഹായ ഹദീസ്, ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബനു ഇസ്രായേലുകളിൽ 3 ആളുകൾ ഉണ്ടായിരുന്നു. അഥവാ റസൂലുള്ളാഹി തങ്ങളെ മുമ്പുള്ള ആ സമൂഹത്തിൽ 1 വെള്ളപ്പാണ്ടുകാരൻ, 2 കഷണ്ടി തലയൻ, 3 കണ്ണ് കാണാത്ത ആൾ. ഈ 3 ആളുകളെ അള്ളാഹു തആല പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവരിലേക്ക് അള്ളാഹു തആല ഒരു മലക്കിനെ നിയോഗിക്കുകയാണ്. വെള്ളപ്പാണ്ടുകാരൻ്റെ അടുക്കൽ ചെന്നിട്ട് മലക്ക് ചോദിച്ചു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, സഹോദരാ, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലൗനുൻ ഹസനുൻ വ ജിൽദുൻ ഹസൻ, ഇത് നല്ലൊരു തൊലി, നല്ലൊരു നിറം. ആളുകൾ എന്നെ വെറുക്കുന്ന ഈ അവസ്ഥയിൽ നിന്നൊന്ന് മാറി നല്ലൊരു തൊലിയും നിറമൊക്കെ ഉള്ള ഒരവസ്ഥ കിട്ടിയാൽ വളരെ നല്ലതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ മലക്ക് അദ്ദേഹത്തെ ഒന്ന് തടകി. അപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു നല്ല നിറം കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തോട് മലക്ക് വീണ്ടും ചോദിച്ചു, അയ്യുൽ മാലി അഹബുലേക്ക, ഇനി നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുതലെന്താ വേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒട്ടകം വേണം. അങ്ങനെ അദ്ദേഹത്തിന് പൂർണ്ണ ഗർഭിണിയായൊരു ഒട്ടകത്തെ കൊടുത്തു. എന്നിട്ട് മലക്ക് ദ്വാരക്കും ചെയ്തു, ബാറക്കല്ലാഹു ലക്ക ഫിഹ, അള്ളാഹു നിനക്ക് ഇതിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് മലക്ക് ദുആ ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2ാമത് കഷണ്ടി തലയൻ്റെ അടുക്കൽ എത്തി. അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, എനിക്കിഷ്ടമുള്ള വസ്തു എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ല മുടിയും നല്ലൊരു അവസ്ഥ എനിക്ക് വേണം. എൻ്റെ തല മുഴുവനും മുടി ഉണ്ടായാൽ എനിക്ക് നല്ലതാണ്. അങ്ങനെ അദ്ദേഹത്തെ ഒന്ന് തടകിയപ്പോൾ നല്ല മുടി അദ്ദേഹത്തിന് വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് ഇഷ്ടമുള്ള മുതലെന്താ? ഫയ്യുൽ മാലി അഹബു ഇലൈക, നിനക്ക് ഇഷ്ടമുള്ള മുതലെന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പശു വേണം. അപ്പോൾ അദ്ദേഹത്തിന് ഗർഭിണിയായൊരു പശുവിനെ കൊടുത്തു. എന്നിട്ട് മലക്ക് ദുആയിരുന്നു, ബാറക്കല്ലാഹു ലക്ക ഫിഹ, അള്ളാഹു നിനക്ക് ഇതിൽ ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ 3ാമത്തെ ആളായ കണ്ണ് കാണാത്ത ആളുടെ അടുക്കൽ മലക്ക് ചെന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, നിനക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടണം. അങ്ങനെ അള്ളാഹു തആല മലക്ക് അദ്ദേഹത്തിന് തടകിയപ്പോൾ ഫറദ്ദല്ലാഹു ഇലൈഹി ബസറു, അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരികെ കൊടുത്തു. പിന്നീട് അദ്ദേഹത്തോട് മലക്ക് ചോദിച്ചു, അയ്യുൽ മാലി അഹബ്ബു ഇലൈക, എനിക്കിഷ്ടമുള്ള മുതലെന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഗർഭിണിയായ ആടിനെ കൊടുത്തു. ഇങ്ങനെ ആദ്യത്തെ ആൾക്ക് വെള്ളപ്പാണ്ടുകാരന് ഒട്ടകം കൊടുത്തു, കഷണ്ടി തലേന് പശു കൊടുത്തു, കണ്ണ് കാണാത്ത ആൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയാൾക്ക് ആടും കൊടുത്തു. ഈ 3 മൃഗങ്ങളും പെറ്റുപെരുകി ധാരാളം മൃഗങ്ങൾ വർദ്ധിച്ചു. ഒരു താഴ്വര മുഴുവനും ഈ മൃഗങ്ങൾ തന്നെയായി. അങ്ങനെ മലക്കിനി അവരെ പരീക്ഷിക്കാൻ പോവാണ്. വെള്ളപ്പാണ്ട് മാറി നല്ല സുഖമായിട്ട് ജീവിക്കുന്ന ആളെടുക്കൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ കോലത്തിൽ ചെന്നു. ആ വെള്ളപ്പാണ്ടിൻ്റെ രൂപത്തിലാണ് മലക്ക് ചെന്നത്. മലക്കുകൾക്ക് അങ്ങനെ വിവിധങ്ങളായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയും.
നായ പന്നി അല്ലാത്ത ഏത് കോലത്തിലും മലക്കുകൾക്ക് വരാം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ റജുലുൻ മിസ്കീനുൻ കത് ഇങ്കത്തെ ആഴ്ച ബിയൽ ഹിബാലു ഫി സഫരി. ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്. എനിക്ക് യാത്രയിൽ എൻ്റെ കൂട്ടുകാരൊക്കെ നഷ്ടപ്പെട്ട് ഞാനൊരു ഒറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് ഫലാ ബലാഗലിയൽ യൗമ ഇല്ലാ ബില്ലാഹി സുമ്മ ബിക്. നീ എനിക്ക് ആകെ ആശ്രയം അള്ളാഹു താലയാണ്, പിന്നെ എൻ്റെ അടുക്കൽ സഹായമാണ്. അസ്അലുക ബില്ലദി അഅ്താക്കൽ ലൗനൽ ഹസന വൽ ജിൽദുൽ ഹസൻ. നിനക്ക് നല്ല തൊലിയും നിറമൊക്കെ തന്ന അള്ളാഹു താലയെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു. വൽ മാല ബഈറ. ഈ ഒരു മുതലിനെ എനിക്ക് വേണം. ഈ ഒരു ഒട്ടകത്തെ എനിക്ക് തരണം. എന്നാ അതബല്ലഹു ഫി സഫരി. എന്നാൽ എനിക്ക് എൻ്റെ യാത്ര തുടരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽ ഹുഖൂഖ് കസീറ. എനിക്ക് ധാരാളം ബാധ്യത ഉണ്ടല്ലോ. അപ്പോൾ മലക്ക് പറഞ്ഞു, കന്നി ആരിഫ്, എനിക്ക് നിന്നെ എവിടെയോ കണ്ട പോലെ തോന്നുന്നു. നീ അലം തെക്കുൻ അബ്രസ. നീ ഒരു വെള്ളപ്പാണ്ട് രോഗിയായിരുന്നില്ലേ? ദരിദ്രനായിരുന്നില്ലേ? അള്ളാഹു അല്ലേ നിനക്ക് ഈ മുതലൊക്കെ തന്നത്? അപ്പം അയാൾ പറയാണ്, ഇന്നമാ വരിസ്തു ഹാദൽ മാല കാബിറന്നൻ കാബിരിൻ. ഇതെനിക്ക് എൻ്റെ വാപ്പായിട്ട് ഇങ്ങനെ അനന്തരായി കിട്ടിയ മുതലാ. കളവാണ് പറഞ്ഞത്. അയാൾക്കിത് മലക്കാന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അയാൾ പഴയതൊക്കെ മറന്നിട്ടുണ്ട്. അപ്പോൾ മലക്ക് പറഞ്ഞു, ഇൻ കുന്ത കാദിബ. നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ, ഫീദാവാഖൻ്റെ വാദം കള്ളമാണെങ്കിൽ, ഫസയ്യറക്ക് അല്ലാഹു ഇലാമാക്കുത്ത. നീ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു എന്നെ മാറ്റും. അയാൾ ആ അവസ്ഥയിലേക്ക് തന്നെ മാറി. അപ്പോൾ അയാൾ ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു എന്നർത്ഥം. അങ്ങനെ കഷണ്ടി തലേൻ്റെ അടുക്കലും ഇങ്ങനെ വന്നിട്ട് മലക്ക് പറഞ്ഞു. അയാളും ഇങ്ങനെ തന്നെ പറഞ്ഞു. അയാളോടും മലക്ക് പറഞ്ഞു, ഇൻകുന്ത കാദിബൻ ഫസയ്യറക്കല്ലാഹു ഇലാ മാ കുന്ത. നീ പറഞ്ഞത് കളവാണെങ്കിൽ നിൻ്റെ പഴയ അവസ്ഥയിലേക്ക് നിന്നെ അള്ളാഹു മാറ്റും. അയാളെയും ഈ അവസ്ഥയിലേക്ക് അയാൾ മാറി. അയാളും പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു. ഇനി കണ്ണുപൊട്ടൻ്റെ അടുക്കൽ വരികയാണ്, മലക്ക് വരികയാണ്. ആ കണ്ണുപൊട്ടൻ്റെ രൂപത്തിലായി ഈ മൂന്നാളുകളുടെ അടുക്കലും മലക്ക് ചെല്ലുന്നത് അവർ മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ രൂപത്തിലാണ്. എന്ന പോലെ കണ്ണുപൊട്ടൻ്റെ അടുക്കലും ചെന്നാണ്. കണ്ണ് കാണാത്ത അവസ്ഥയിൽ ചെന്നു. ഞാനൊരു പാവപ്പെട്ട ആളാണ്, ഞാൻ വയ്യാത്രക്കാരനാണ്, എനിക്ക് ഇനി യാത്ര തുടരാൻ ഒരിക്കൽ സമ്പത്തില്ല, അതുകൊണ്ട് ഒരു ആടിനെ എനിക്ക് തരണം. എനിക്ക് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ തിരിച്ചു തന്ന അള്ളാഹുവില്ലേ, ആ അള്ളാഹുവിനെ പിടിച്ച് ഞാൻ ചോദിക്കുന്നു, നീ എനിക്കൊരു ആടിനെ തരണം. അപ്പോൾ അയാൾ പറഞ്ഞു, കത് കുന്തു അഴമ, ഞാൻ കണ്ണുപൊട്ടനായിരുന്നു. ഫറദ്ദല്ലാഹു ഇലൈഹി ബസ. എനിക്ക് അള്ളാഹു ആണ് എൻ്റെ കാഴ്ച തന്നത്. ഫഖൂദ് മാഷീത്ത വദഅ മാഷീത്ത. എനിക്ക് ഇഷ്ടമുള്ള എടുത്തോ, വാക്കില്ലാതെ വെച്ചോ എന്ന് പറഞ്ഞു. ഇതാ പറഞ്ഞ് വിശാല മനസ്സോടെ. അപ്പോൾ ഫവല്ലാഹി ലാ അജ്ഹദുക്കൽ യൗമ ബിശൈഇൻ അഖതൗലില്ല. അള്ളാഹ്ക്ക് വേണ്ടി ചോദിച്ച ഒരു വസ്തു ഇന്നത്തെ ദിവസം എനിക്ക് നിഷേധിക്കാൻ പറ്റൂല, ഞാൻ നിഷേധിക്കൂല, അതിനൊക്കെ ഞാൻ തരും. അപ്പം മലക്ക് പറഞ്ഞു, അംസിക്ക് മാലക്ക, നിൻ്റെ മുതൽ നീ തന്നെ എടുത്തോ. ഫഇന്ന മബ്തുലീതും ഫഖദ് റളിയല്ലാഹു അൻക വസഖിത അലാ സാഹിബിക. നിങ്ങളല്ല പരീക്ഷിക്കുകയായിരുന്നു. നിൻ്റെ മുൻകഴിഞ്ഞു പോയ രണ്ടാളും പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു, നീ പരീക്ഷണത്തിൽ വിജയിച്ചു. ഇത് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം? അല്ലാഹു തആല അനുഗ്രഹം ചെയ്തു തന്നിട്ട് ആ അനുഗ്രഹത്തെ മറ്റു രണ്ടുപേരും നിഷേധിച്ചു. നന്ദി ചെയ്യാൻ അവർ കഴിഞ്ഞില്ല. അവർക്ക് കിട്ടിയ സമ്പത്ത് അവർ പരമ്പരാഗതമായി കിട്ടിയതാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ. മൂന്നാമത്തെ ആൾ അത് കൃത്യമായിട്ടത് പറഞ്ഞു. അങ്ങനെ പരീക്ഷണത്തിൽ അയാൾ വിജയിച്ചു. അള്ളാഹിൻ്റെ പരീക്ഷണം നമ്മളെപ്പോഴും സൂക്ഷിക്കണം. വലിയ പരീക്ഷണം, ആ പരീക്ഷണം മതി നമ്മുടെ എല്ലാം തീരാനും എല്ലാം തകരാനും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ മനസ്സിലാക്കി അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ, നമുക്ക് നൽകിയ സമ്പത്തും ലഭിച്ച ആരോഗ്യമൊക്കെ അള്ളാഹു തന്നതാണ്. അതിന് നന്ദി കാണിക്കാൻ ഇബാദത്ത് കൊണ്ടും ധർമ്മം കൊണ്ടും സ്വതക്ക കൊണ്ടും നാം സന്നദ്ധരാവണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇതുപോലുള്ള അറിവുകൾ ഷെയർ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.